السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ 5 സ്തംഭങ്ങളിൽ രണ്ടാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന കിതാബാണ് നമ്മൾ അവലംബമാക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഈ കിതാബിൻ്റെ അവസാന ഭാഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു ദർസോടുകൂടി ഈ കിതാബ് പൂർത്തിയാകും. അൽഹംദുലില്ലാ. നിസ്കാരത്തിൻ്റെ ഷർത്തുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ കൂടെ തന്നെ വുദൂഉമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. പിന്നീട് നിസ്കാരത്തിൻ്റെ റുക്നുകളാണ് ഇതുവരെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി വന്നത്. ഇനി നിസ്കാരത്തിലെ നിർബന്ധ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, വൽ വാജിബാതു സമാനിയത്തുൻ. വാജിബുൻ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് വാജിബാത്ത് അഥവാ നിർബന്ധം. നിസ്കാരത്തിലെ നിർബന്ധ കാര്യങ്ങൾ സമാനിയത്തുൻ. എത്രയാണ് സമാനിയത്തുൻ എന്ന് പറഞ്ഞാൽ? 8 എണ്ണമാകുന്നു. 8 കാര്യങ്ങളാണ് നിർബന്ധ കാര്യങ്ങളായി ശൈഖ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തേത് ജമീഉ തക്ബീറാത്തി ഗൈറ തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം ഒഴിച്ചിട്ടുള്ള ബാക്കി മുഴുവൻ തക്ബീറുകളും നിസ്കാരത്തിലെ വാജിബാത്തിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം ഒഴികെ എന്ന് പറയാനുള്ള കാരണം? എന്തുകൊണ്ടാണ്? തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണ്. എന്നാൽ ബാക്കിയുള്ള തക്ബീറുകൾ അത് വാജിബാത്തിൽപ്പെട്ടതാണ്. രണ്ടാമത്തേത് വഖൗലു സുബ്ഹാന റബ്ബിയൽ അദീം ഫിർ റുകൂഅ്. റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയൽ. മൂന്നാമത്തേത് വഖൗലു സമിഅല്ലാഹു ലിമൻ ഹമിദഹ് ലിൽ ഇമാമി വൽ മുൻഫരിദ്. ഇഅ്തിദാലിന്റെ സന്ദർഭത്തിൽ റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. നമ്മൾ പഠിച്ചതാണത്. ആരൊക്കെയാണ് പറയേണ്ടത്? ലിൽ ഇമാമി വൽ മുൻഫരിദ്. ഇമാമിനും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കും. നാലാമത്തേത് വഖൗലു റബ്ബനാ വലക്കൽ ഹംദു ലിൽ കുല്ലി. ഇഅ്തിദാലിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരാൾ നേരെ നിന്ന് കഴിഞ്ഞാൽ റബ്ബന വലക്കൽ ഹംദ്, അതല്ലെങ്കിൽ റബ്ബന ലക്കൽ ഹംദ്, അതുമല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്, അതുമല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അഥവാ ഒരു വാവിൻ്റെ വ്യത്യാസം ഉണ്ട്. അതുപോലെ തന്നെ അല്ലാഹുമ്മ എന്നത്
വന്നിട്ടുണ്ട്. ഇത് എല്ലാവരുടെയും മേൽ വാജിബാണ്. ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും മഅ്മൂമും എല്ലാവരും എന്തു പറയണം? റബ്ബന വലക്കൽ ഹംദ്. ഇഅ്തിദാലിൽ ചൊല്ലേണ്ട പ്രാർത്ഥന അല്ലെങ്കിൽ ദിക്റുകൾ എല്ലാവരും പറയണം. അഞ്ചാമത്തേത് വഖൗലു സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ഫിസ് സുജൂദ്. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയൽ. ആറാമത്തേത് വഖൗലു റബ്ബിഗ്ഫിർ ലീ ബൈനസ് സജ്ദതൈനി. രണ്ട് സുജൂദുകൾക്കിടയിൽ റബ്ബിഗ്ഫിർ ലീ എന്ന് പറയൽ. ഏഴാമത്തേത് വത്തശഹുദുൽ അവ്വൽ, ആദ്യത്തെ തശഹുദ്. എട്ടാമത്തേത് വൽ ജുലൂസു ലഹു, അതിനുവേണ്ടി ഇരിക്കൽ. ഈ 8 കാര്യങ്ങളാണ് വാജിബാത്തുകൾ, നിസ്കാരത്തിലെ നിർബന്ധ കാര്യങ്ങൾ. ഇതിൽ സഹോദരങ്ങളെ പ്രത്യേകിച്ച് അവ്യക്തതകളൊന്നും ഉണ്ടാവാൻ വഴിയില്ല, വ്യക്തമാണ്. തക്ബീറത്തുൽ ഇഹ്റാം ഒഴിച്ച് എല്ലാ തക്ബീറുകളും വാജിബാത്തിൽപ്പെട്ടതാണ്. തക്ബീറത്തുൽ ഇഹ്റാം റുക്നായതുകൊണ്ട് തന്നെ അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാം വാജിബാത്തിൽപ്പെട്ടതാണ്. പിന്നീട് പറഞ്ഞത് സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയലാണ്. സുബ്ഹാന റബ്ബിയൽ അദീം, അതുപോലെ സുബ്ഹാന റബ്ബിയൽ അലാ, ഇതൊക്കെ എത്ര തവണ പറയലാണ് നിർബന്ധമായിട്ടുള്ളത്? ഏറ്റവും ചുരുങ്ങിയത് 1 തവണ പറയലാണ്. മുന്നേ പറഞ്ഞിരുന്നു, ഏറ്റവും ചുരുങ്ങിയത് 1 തവണ പറയൽ നിർബന്ധമാണ്. 3 തവണ എന്നത് അതിൻ്റെ പരിപൂർണതയാണ്. 3 തവണ എന്നത് പരിപൂർണതയാണ്. അതിലൊരാൾക്ക് അധികരിപ്പിക്കണമെങ്കിൽ അധികരിപ്പിക്കാം. സഹാബത്തിൽ നിന്നുള്ള ഒരു അസർ മുന്നേ പറഞ്ഞിരുന്നു, 10ഓളം ചൊല്ലിയതായി കാണാൻ സാധിക്കും. അതിൽ വിശാലതയുണ്ട്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് 1 തവണയാണ്. അത് നിർബന്ധമാണ്, വാജിബാത്തിൽ പെട്ടതാണ്. പിന്നീട് അവിടെ പറഞ്ഞത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇമാമിനും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കും എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ എന്തായാലും എന്ത് പറയണം? റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. അതുപോലെ തന്നെ ഇമാമ് പറയണം. കാരണം എന്താ? ഇമാമ് റുക്കൂഇൽ നിന്ന് ഉയരുന്നത് പിന്നിൽ നിൽക്കുന്ന ആളുകൾ അറിയണം, അപ്പൊ അദ്ദേഹവും അത് പറയണം. മഅ്മൂമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാമ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടതില്ല. സാധാരണ പലപ്പോഴും അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാറുണ്ട്, എല്ലാവരും സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയും. അങ്ങനെ വേണ്ടതില്ല. ഇമാമ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഉയർന്നാൽ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നതിന് ശേഷം റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും എന്തായാലും പറയണം. മഅ്മൂമ് ആ സമയത്ത് പറയേണ്ടതില്ല. ഒരാളിത് അറിയാതെ പറഞ്ഞു പോയാൽ നിസ്കാരം ബാത്തിലാവും എന്നല്ലേ പറഞ്ഞത്. ഇതാണ് അതിന്റെ രീതി, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ റബ്ബനാ വലക്കൽ ഹംദ് എല്ലാവരും പറയണം. അവിടുന്ന് അങ്ങോട്ട് പഠിപ്പിക്കപ്പെട്ട ഏതൊക്കെ ദിക്റുകളുണ്ടോ അത് സമയവും സന്ദർഭവും പോലെ. ചിലപ്പോൾ നമുക്ക് കുറെ സമയം കിട്ടും. ഇമാമ് റുക്കൂഉം ഇഅ്തിദാലും സുജൂദും ഒക്കെ ഒരല്പ സമയം എടുത്ത് നിർവഹിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിക്ർ ചൊല്ലാനുള്ള സമയം കിട്ടും. റബ്ബനാ വലക്കൽ ഹംദ് എന്നത് ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞിരിക്കണം. എന്നാൽ അതിന് ശേഷമുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, അതുപോലെ മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്, അങ്ങനെ തുടങ്ങി അവിടെ പഠിപ്പിക്കപ്പെട്ട ദിക്റുകളൊക്കെ നമുക്ക് ഏതും ചൊല്ലാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് എന്താണ്? ഒരാൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞിരിക്കണം. അതെല്ലാവരും പറയണം. പിന്നെ അദ്ദേഹം പറഞ്ഞത് 2 സുജൂദുകൾക്കിടയിൽ റബ്ബിഗ്ഫിർലി എന്ന് പറയലാണ്. അത് റബ്ബിഗ്ഫിർലി എന്ന് 2 തവണ ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊരാൾ 1 തവണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ കുഴപ്പമില്ല, അത് ഒരാൾക്ക് മതിയായതാണ്.
വാജിബാത്തിൽ പെട്ടതാണ്. ഒരു തവണ പറഞ്ഞാൽ മതി. അത്രേ സമയം കിട്ടിയിട്ടുള്ളൂ എങ്കിൽ അവിടെ നിന്ന് അവസാനിപ്പിക്കാനല്ല പറഞ്ഞത്. ഒരാൾക്ക് വാജിബാത്ത് കിട്ടാനുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. എന്നാൽ പരിപൂർണത എന്താണ്? റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി എന്ന് പറയലാണ്. അതല്ലാത്ത വേറെയും ദുആകൾ നമ്മൾ ആ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞത് വത്തശഹുദുൽ അവ്വൽ, ആദ്യത്തെ തശഹുദാണ്. 3 റക്അത്തുള്ള നിസ്കാരം, മഗ്രിബ് അതല്ലെങ്കിൽ ളുഹറും അസ്റും ഇശാഉം പോലെ 4 റക്അത്തുകളുള്ള നിസ്കാരങ്ങൾ, ഇവയിലൊക്കെ 2 തശഹുദ് വരും. 2 റക്അത്ത് കഴിഞ്ഞാൽ ഒരു തശഹുദ് ഉണ്ട്. അത് വാജിബാത്തിൽ പെട്ടതാണ്, നിർബന്ധ കാര്യങ്ങളിലാണ് അത് ഉൾപ്പെടുക. എന്നാൽ അവസാനത്തെ തശഹുദോ, തശഹുദുൽ അഖീർ ഏതിലാണ് പെടുക? റുക്നാണ്. അവസാനത്തെ തശഹുദ് എന്നുള്ളത് റുക്നാണ്, നിസ്കാരത്തിന്റെ റുക്നാണ്. അതുകൊണ്ട് തന്നെ ഈ തശഹുദുൽ അവ്വൽ അതൊരാൾ മറന്നുപോയി എന്ന് വിചാരിക്കുക. ആദ്യത്തെ തശഹുദ് ഒരാൾ മറന്നുപോയി. 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ ഇരുന്നില്ല. ഒരാൾ നേരെ 3ാമത്തെ റക്അത്തിലേക്ക് ഉയർന്നു എങ്കിൽ അയാൾ കൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് മടങ്ങേണ്ടതില്ല. ഇനി ഒരാൾ ഉയരുമ്പോൾ തന്നെ ഓർമ്മ വന്നുവെങ്കിൽ അവിടെ ഇരിക്കാം. അടുത്ത റുക്കിനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് മടങ്ങേണ്ടതില്ല. ഉയരുമ്പോൾ തന്നെ ഓർമ്മ വന്നു, അപ്പൊ അവിടെ ഇരിക്കാം. അടുത്ത റുക്കിനിൽ എത്തിയാൽ പിന്നെ മടങ്ങണോ? വേണ്ടതില്ല. അപ്പൊ ചില മഅ്മൂമിങ്ങൾ ആവർത്തിച്ച് സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് പ്രയാസപ്പെടുത്തേണ്ടതില്ല. മറന്നാൽ ഓർമ്മപ്പെടുത്താൻ തസ്ബീഹ് ചൊല്ലുക. ഇനി ഇമാമ് പരിഗണിക്കാതെ കയറി 3ാമത്തെ റക്അത്തിൽ കൈകെട്ടിയെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല? ആവർത്തിച്ചത് പറയേണ്ടതില്ല. അവസാനം സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി. അതാണ് അതിന്റെ നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ ആദ്യത്തെ തശഹുദ് മറന്നുകൊണ്ട് നിസ്കരിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് പിന്നീട് അവസാനത്തിൽ സഹുവിന്റെ സുജൂദ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അഥവാ മറവിയുടെ സുജൂദ്. വൽ ജുലൂസു ലഹു, അതിനുവേണ്ടി ഇരിക്കുക എന്നുള്ളതും നിർബന്ധത്തിൽ പെട്ടതാണ്. ഇത് രണ്ടും ഒരാൾ മറന്നുപോയി. കാരണം തശഹുദും ജുലൂസും എന്തായാലും മറക്കും, എന്നിട്ടാണല്ലോ ഉയരുക. അപ്പൊ അങ്ങനെ ഒരാൾ ഉയർന്നു പോയാൽ അടുത്ത റുക്നിൽ എത്തിയാൽ മടങ്ങേണ്ടതില്ല എന്നതാണ്. ഇതാണ് സഹോദരങ്ങളെ 8 നിർബന്ധ കാര്യങ്ങൾ. ഏതൊക്കെയാണ്? എല്ലാ തക്ബീറുകളും, തക്ബീറത്തുൽ ഇഹ്റാം ഒഴികെ. രണ്ടാമത്തേത് സുബ്ഹാന റബ്ബിയൽ അദീം റുകൂഇൽ. മൂന്നാമത്തേത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും. നാലാമത്തേത് റബ്ബനാ വലക്കൽ ഹംദ്, എല്ലാവരും. അഞ്ചാമത്തേത് സുബ്ഹാന റബ്ബിയൽ അലാ സുജൂദിൽ. ആറാമത്തേത് റബ്ബി ഗഫിർലി, 2 സുജൂദുകൾക്ക് ഇടയിൽ. ഏഴാമത്തേത് അത്തശഹുദുൽ അവ്വൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യത്തെ തശഹുദ്. എട്ടാമത്തേത് വൽ ജുലൂസു ലഹു, അതിനുവേണ്ടി ഇരിക്കൽ. ഇനി ഷെയ്ഖ് കിതാബിൽ ഇത് പറഞ്ഞിട്ടില്ല, ഒരു ഫായിദ എന്ന നിലക്ക് പണ്ഡിതന്മാർ പറഞ്ഞ നിസ്കാരത്തിന്റെ സുന്നത്തുകൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. നിസ്കാരത്തിന്റെ റുക്നുകൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത് ഒഴിവാക്കിയാൽ ഒന്നല്ലെങ്കിൽ ആ റക്അത്ത് പോകും, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. ഇൻഷാ അല്ലാഹ് അത് ഷെയ്ഖ് അവസാനത്തിൽ പറയുന്നുണ്ട്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ യോജിച്ചാൽ മാത്രമേ ഒരാൾക്ക് എന്താവുള്ളൂ? നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് വാജിബാത്തും, നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ആദ്യം പറഞ്ഞ 2 പോലെയല്ല. ഇതിന്റെ ഒക്കെ പൂർത്തീകരണമാണ് നിസ്കാരത്തിലെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതൊരു വിഷയത്തിലും സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എടുക്കാനുള്ളതാണ്. പലപ്പോഴും ആളുകൾ അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കാറുണ്ട്. സുന്നത്ത്
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണെന്ന് കേട്ടാൽ അത് ശിരസാ വഹിക്കും, അത് പ്രാവർത്തികമാക്കും. എന്നാൽ നമ്മിൽ പലരും സുന്നത്തല്ലേ എന്ന് പറഞ്ഞത് ഒഴിവാക്കും. നിർബന്ധമൊന്നുമില്ലല്ലോ ഇപ്പോ. നിർബന്ധമായ സുന്നത്തുകൾ പോലും പല ആളുകൾ എടുക്കുന്നില്ല. അങ്ങനെയല്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. നിസ്കാരവും അതേപോലെ തന്നെ. നിസ്കാരം നമ്മൾ മുന്നേ മിക്ക ദർസുകളിലും പറഞ്ഞ ഹദീസാണ്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. ഇത് അടിസ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞ അടിസ്ഥാന ഹദീസാണ്. അപ്പൊ അവിടുന്ന് എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അങ്ങനെ തന്നെ നമ്മൾ നിസ്കരിക്കണം. എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് നിസ്കരിക്കാൻ സാധിച്ചാൽ നമ്മുടെ നിസ്കാരം പരിപൂർണമാകും. അതിൽപ്പെട്ടതാണ് സുന്നത്ത് എന്നുള്ളത്. സുന്നത്താണെന്ന് വിചാരിച്ചൊരിക്കലും നമ്മൾ അവഗണിച്ച് കളയരുത്. ചെറിയ സുന്നത്താവട്ടെ, വലിയ സുന്നത്താവട്ടെ, നിർബന്ധമായ സുന്നത്താവട്ടെ, സുന്നത്ത് പല കോലത്തിലുണ്ട്. മുന്നേ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നാണ് അതിൻ്റെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അർത്ഥം. അത് പല രൂപത്തിലാണ്. അവിടുന്ന് വാക്കുകൊണ്ട് പറഞ്ഞതുണ്ടാകും, അവിടുന്ന് ചെയ്തതുണ്ടാകും, അവിടുന്ന് വേറെ ആരെങ്കിലും ചെയ്തതിനെ അംഗീകരിച്ചതുണ്ടാകും. ഇതൊക്കെയാണ് സുന്നത്തായി ഒരു കാര്യം വരിക. ഇനി ഇത് തന്നെ ഫിഖഹിന്റെ ഭാഷയിൽ പറഞ്ഞാലാണ് എന്ത്? അസുന്നത്തു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്തഹബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയും ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ലാത്തതും. അത് ഫിഖഹിയായ കർമ്മശാസ്ത്രപരമായ ചില കാര്യങ്ങളാണ്. ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. എന്നാൽ വേറെ ചില സുന്നത്തുകളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരുടെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു, നിസ്ഫു സാഖ് അഥവാ കണങ്കാല് വരെ, അതല്ലെങ്കിൽ നെരിയാണി വരെ. ഇതെന്താണ്? സുന്നത്താണ്. എന്നാൽ ഒരാൾ നെരിയാണി വിട്ട് താഴേക്ക് വസ്ത്രം ഇറക്കി എന്ന് വിചാരിക്കുക, ചെയ്താൽ കൂലിയും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്തതും എന്ന പരിധിയിലാണോ അത് വരിക? അല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വന്നിട്ടുണ്ട്, മാ അസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ, രണ്ട് നെരിയാണികൾ വിട്ട് താഴേക്ക് ഇറങ്ങിയത് നരകത്തിലാണ്. അപ്പൊ അത് പ്രത്യക്ഷത്തിൽ എന്താണ്? സുന്നത്താണ്. പക്ഷെ അതൊരാൾ ഉപേക്ഷിച്ചാൽ അയാൾക്ക് കുറ്റം കിട്ടും. ഈ രൂപത്തിലാണ് നമ്മൾ സുന്നത്തിനെ മനസ്സിലാക്കേണ്ടത്. അതിൽപ്പെട്ടാണ് താടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. താടി വെക്കൽ, താടി നീട്ടി വളർത്തൽ, അതല്ലെങ്കിൽ താടിയെ വെറുതെ വിടൽ, മീശ വെട്ടിച്ചുരുക്കൽ അവിടുത്തെ സുന്നത്താണ്. പക്ഷെ അതൊരാൾ വടിക്കൽ എന്നുള്ളത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും ഒരുപോലെ ഏകാഭിപ്രായമുണ്ട്, ഇത്തിഫാഖുണ്ട് അതിൽ. അത് ഹറാമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ യഹൂദികളിൽ നിന്ന് വ്യത്യസ്തരാവുക, അവരിൽ നിന്ന് വിഭിന്നരാവുക. ഖാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരാവുക. ഈ പറഞ്ഞ ഹദീസുകളൊക്കെ എന്താണ്? നിർബന്ധമറിയിക്കുന്ന ഹദീസാണ്. കാരണം ഒരാൾ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരുപാട് ഹദീസുകൾ കൂട്ടി യോജിപ്പിച്ചാൽ അത് നീട്ടി വളർത്തൽ നിർബന്ധമായ സുന്നത്താണ്, വടിക്കൽ ഹറാമാണ്. ഈ രൂപത്തിലാണ് സഹോദരങ്ങളെ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏത് സുന്നത്തുകളും നമ്മൾ ഈ ഒരു രൂപത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും നമ്മളത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ളത്. സഹാബികൾ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നതുപോലെയൊക്കെ നടക്കാറുണ്ടായിരുന്നു. അവിടുത്തെ ചര്യകൾ അതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം അതിൽപ്പെട്ടയാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളാവട്ടെ സുന്നത്ത് എന്ന് കേട്ടാൽ അത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല.
ഇനി ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടാത്തതാണെങ്കിലും സഹോദരങ്ങളെ ചെയ്യാതിരിക്കരുത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലെയുള്ള മുഹദ്ദിസുകൾ ഒരു ഹദീസ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രാവർത്തികമാക്കാതിരിക്കുകയില്ല. ഹദീസുകൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പ്രാവർത്തികമാക്കും. അങ്ങനെ പ്രാവർത്തികമാക്കിയാലോ നമുക്ക് എത്ര ഹദീസുകൾ കേൾക്കുന്നു, പലതും നമ്മളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെയാണ്. അങ്ങനെ ആവരുത്. ഞാൻ പറഞ്ഞു വന്നത്, നിസ്കാരത്തിലെ മുസ്തഹബുകൾ, സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാനുള്ളതല്ല, മറിച്ച് അതുകൂടി പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ. പണ്ഡിതന്മാർ പറഞ്ഞു അതിൽപ്പെട്ടതാണ്, നിസ്കാരത്തിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് അൽ ഇസ്തിഫ്താഹ്. എന്താണ് ദുആ ഉൽ ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞാൽ? പ്രാരംഭ പ്രാർത്ഥന. ഏതാണത്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദി, അതല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി, അതല്ലെങ്കിൽ നമ്മൾ കിതാബിൽ പഠിച്ചേതാ? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഇമ്പോസിബിൾ ആണ്. വലാ ഇലാഹ ഗൈറുക. അയ്യോ, ഇങ്ങനെയുള്ള ദുആ ഉൽ ഇസ്തിഫ്താഹ് എന്നുള്ളത് സുന്നത്താണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ആ പ്രാർത്ഥനകൾ എത്ര മഹത്തരമാണ്. ഇവിടെ നമ്മൾ വിശദീകരിച്ച പ്രാർത്ഥന തന്നെ വലിയ ആശയസമ്പുഷ്ടമായ പ്രാർത്ഥനയാണ്, ദിക്റാണ്. ഇനി നോക്കൂ, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ. എന്താണ് അതിൽ പറയുന്നത്? അല്ലാഹുവേ, എനിക്കും എന്റെ തിന്മകൾക്കുമിടയിൽ കിഴക്കിനും പടിഞ്ഞാറിനും എത്ര ദൈർഘ്യമുണ്ടോ അകലമുണ്ടോ അതുപോലെ നീ എന്നാക്കി തീർക്കണേ. പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്നാണ്. പിന്നീട് അതിൽ നിന്ന് ശുദ്ധീകരിക്കാനും ഒക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്ന പ്രാർത്ഥനയാണ്. അതുപോലെ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ്, തൗഹീദാണത്. അള്ളാഹുവിന്റെ മുന്നിൽ ഞാനിതാ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും പങ്കു ചേർക്കുകയില്ല എന്നുള്ള തൗഹീദ് ഊട്ടിയുറപ്പിക്കുന്ന പ്രാർത്ഥനകളാണ്, ദിക്റുകളാണത്. അത് സുന്നത്താണ്. ഒരാളത് മറന്നുപോയാൽ നിസ്കാരത്തിനെ ബാധിക്കുകയില്ല, പക്ഷെ അത് ഒഴിവാക്കരുത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നേരത്തെ നമ്മൾ കേട്ട റുക്കൂഇലും സുജൂദിലും ഇഅ്തിദാലിലും ഒക്കെയുള്ള ദിക്റുകൾ, അതിൽ ഒന്നിലധികം അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ദിക്റുകൾ, ദുആകൾ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, റുക്കൂഇൽ തസ്ബീഹ് വർദ്ധിപ്പിക്കാനാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അള്ളാഹുവിനെ നിങ്ങൾ മഹത്വവൽക്കരിക്കുക. സുബ്ഹാന റബ്ബിയൽ അദീം, അതുപോലെ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഒരുപാട് സമയം റുക്കൂഇൽ നമുക്ക് അവസരം കിട്ടിയാൽ നമ്മൾ സാധാരണ 3 തവണ ഇത് ചൊല്ലും, പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കും. ചിലപ്പോൾ ഇമാമ് കുറെ നേരം റുക്കൂ ചെയ്യും. കുറെ നേരം റുക്കൂ ദീർഘിപ്പിക്കുക എന്നതാണ് സുന്നത്ത്. റുക്കൂ അല്ലെങ്കിൽ സുജൂദ് ഇതൊക്കെ ദീർഘിപ്പിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. പെട്ടെന്ന് പോയി വരിക എന്നതല്ല, മറിച്ച് ഒരല്പസമയം അവിടെ ശാന്തമായി നിൽക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ഇമാമ് ഒരുപക്ഷെ അത് മനസ്സിലാക്കി ഒരല്പസമയം റുക്കൂഇലോ സുജൂദിലോ നിന്നാൽ നമ്മൾ ആ സമയത്ത് ഇതുപോലെ ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ അന്നേരം വിചാരിക്കരുത് ഇമാമിന് എന്തോളി പറ്റിപ്പോയത്, ഇമാമ് മറന്നോയോ, ഇമാമ് ഉറങ്ങിപ്പോയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് ദിക്റ് കൊല്ലാനുള്ള സമയമാണത്. അപ്പൊ ആ സമയം നമ്മൾ മുതലെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യൽ എന്താണ്? സുന്നത്തായ കാര്യമാണ്. അതുപോലെ സുജൂദിന്റെ വേളകളിൽ ധാരാളമായി ദുആ വർദ്ധിപ്പിക്കാൻ അവിടുന്ന് പറഞ്ഞു. കാരണം ഒരടിമ തന്റെ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭമാണ് സുജൂദ്. അവിടെ ഫഅക്സിറു എന്നാണ് അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ വർദ്ധിപ്പിക്കണം, ദുആകൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ചില സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്, നിസ്കാരത്തിൽ അറബി അറിയില്ലെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പണ്ഡിതന്മാർ അതിൽ പറഞ്ഞത്, നിസ്കാരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അത് തൗഖീഫിയത്താണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. തക്ബീർ മുതൽ തസ്ലീം വരെ എങ്ങനെ ചെയ്യണം, എന്തു ചൊല്ലണം, എപ്പോൾ ചൊല്ലണം, ഇതൊക്കെ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതൊക്കെ അറബി ഭാഷയിലാണ്. അതുകൊണ്ട് അവിടെ അനറബി ഭാഷകൾ പാടില്ല, മറ്റു ഭാഷകൾ പാടില്ല. ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത്. എത്രത്തോളം അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറത്തുൽ ഇഹ്റാം അതല്ലെങ്കിൽ മറ്റു തക്ബീറുകൾ, അതിനു പകരം വേറെ ഏതെങ്കിലും പേര് കൊടുക്കാൻ പറ്റോ, നാമം വെക്കാൻ പറ്റോ? ഇല്ല. അല്ലാഹു അക്ബർ എന്നതിന് പകരം ആ അക്ബർ എന്ന് മാറ്റി വേറെ ഏതെങ്കിലും നാമം വെക്കാൻ പറ്റോ? ഇല്ല, അതുപോലും പാടില്ല. അള്ളാഹുവിന്റെ നാമം തന്നെ വേറെ ഏതെങ്കിലും ഒരു നാമം എടുത്തു വെക്കാൻ പറ്റോ? ഇല്ല. അല്ലാഹു അക്ബർ എന്നത് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അനറബി ഭാഷ പാടില്ല. മറിച്ച് അറബി ഭാഷയിൽ മാത്രമേ ദിക്ർ ദുആകൾ ഈ പറഞ്ഞതൊക്കെ പാടുള്ളൂ. അപ്പൊ സ്വാഭാവികമായി ചോദ്യം വരും, അറിയാത്ത ഒരാൾ, പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറബി അറിയില്ല, ദിക്റുകൾ അറിയില്ല, അയാൾ എന്തു വേണം? അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾക്ക് അവന്റെ ഭാഷ അറബിയിൽ എഴുതിയിട്ട് അത് കയ്യിൽ വെച്ചുകൊണ്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ദിക്റുകൾ ദുആകൾ ചൊല്ലാം. അപ്പൊ അടുത്ത ചോദ്യം, ഒരാൾക്ക് വായന അറിയില്ല, ഒരാൾക്ക് വായിക്കാൻ അറിയില്ല, അപ്പോൾ എന്തു വേണം? ആ സന്ദർഭത്തിലാണ് പണ്ഡിതന്മാർ ഈ പറഞ്ഞതുപോലെ അവനവനെ അറിയുന്ന പോലെ ദുആ ചെയ്യാൻ ഇളവ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു മസ്അല നമുക്ക് കാണാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അറബി അക്ഷരങ്ങൾ അറിയുന്ന, അറബി വായിക്കാൻ അറിയുന്ന, ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കണം. നമ്മൾ ദിക്ർ ദുആകൾ പഠിക്കുക. ആശയ സമ്പുഷ്ടമായ പ്രാർത്ഥനകളുണ്ട്, അത് വേഗത്തിൽ പഠിച്ചെടുക്കുക. പിന്നീട് പതിയെ പതിയെ ഓരോന്നും പഠിച്ച് അങ്ങനെ നിസ്കാരത്തിൽ ദുആ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. സുജൂദിൽ, അതുപോലെ അവസാനത്തെ തശഹുദിൽ സലാം വീട്ടുന്നതിന്റെ മുന്നേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാം. പക്ഷേ അത് നമ്മൾ പഠിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാതെ അനറബി ഭാഷ പൊതുവെ ഉപയോഗിക്കാൻ അനുവാദമില്ല. വല്ലാഹു അലം. ഇതാണ് ആധുനികരായ ചില പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു വന്നത്, ദുആകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ സുന്നത്തിൽ പെട്ടതാണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിസ്കാരത്തിൽ തശഹുദിനിരിക്കുന്ന ഇരുത്തത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഇരുത്തത്തിൽ ഉദാഹരണത്തിന് ആദ്യത്തെ തശഹുദ് അല്ലെങ്കിൽ രണ്ടാമത്തെ തശഹുദ്, അതിൽ രണ്ട് കൈകളും തുടയുടെ മുകളിൽ അതല്ലെങ്കിൽ ഒരൽപ്പം ഇറക്കി വെച്ചുകൊണ്ട് അതിൽ വലത്തെ കൈ അത് തുടയുടെ മുകളിൽ വെക്കാം, എന്നിട്ട് ഇടത്തെ കൈ അതിന്മേൽ ഊന്നി ഇരിക്കാം എന്നൊക്കെ മസ്അലകൾ കാണാം. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ വിരലുകൾ അല്ലെങ്കിൽ ചൂണ്ടുവിരൽ ചൂണ്ടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അൽ ഇഷാറ, തശഹുദിന് ഇരുന്നു കഴിഞ്ഞാൽ ചൂണ്ടുവിരൽ ചൂണ്ടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചൂണ്ടേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയത്തിൽ വന്ന ഹദീസിൽ നമുക്ക് കാണാം, അവിടുന്ന് തള്ളവിരലും നടുവിരലും അത് ചേർത്ത് വട്ടമുണ്ടാക്കി ബാക്കിയുള്ള ചെറുവിരലും മോതിരവിരലും, അറബിയിൽ ഇതിനൊക്കെ പേരുകളുണ്ട്, അൽ ഖുൻസുർ, അൽ ബുൻസുർ, ഇതാണ് ഈ രണ്ട് വിരലുകളുടെ പേര്, ചെറുവിരലും മോതിരവിരലും. അൽ വുസ്ത എന്നാണ് ഈ നടുവിരലിന് പറയുക, അസ്സബ്ബാബ എന്നാണ് ചൂണ്ടുവിരലിന് പറയുക, അൽ ഇബ്ഹാം എന്നാണ് തള്ളവിരലിന് പറയുക.
അപ്പൊ അൽ ഖുൻസുറും അൽ ബുൻസുറും ഈ രണ്ട് വിരലുകൾ മടക്കി വെക്കുക. അൽ വുസ്ത വൽ ഇബ്ഹാം ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ ചേർത്ത് വളയമുണ്ടാക്കുക. എന്നിട്ട് ചൂണ്ടുവിരൽ ചൂണ്ടുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ഇതെങ്ങനെ ഈ രൂപത്തിൽ. അതേപോലെ തന്നെ അങ്ങനെ ചൂണ്ടുന്ന സന്ദർഭത്തിൽ അവിടുന്ന് അതിലേക്ക് നോട്ടം ഉറപ്പിക്കാറുണ്ടായിരുന്നു. നിസ്കാരത്തിൽ ഉടനീളം നമ്മൾ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്താണ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, മേലോട്ട് നോക്കുക, വലത്തോട്ട് നോക്കുക, ആള് വരുന്ന നോക്കുക, അപ്പുറത്തെ ആളെ നോക്കുക, ഇതൊന്നും പാടില്ല. നിസ്കാരം തുടങ്ങിയത് മുതൽ അവസാനം വരെ സുജൂദിന്റെ സ്ഥാനത്ത് മാത്രമേ നോക്കാൻ പാടുള്ളൂ. എന്നാൽ തശഹുദിന് ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ വിരലിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോട്ടം ആക്കാറുണ്ടായിരുന്നു. അതുപോലെ ഒരു ഹദീസിൽ കാണാം അവിടുന്ന് അത് പ്രാർത്ഥനയുടെ വേളകളിൽ ചലിപ്പിക്കാറുണ്ടായിരുന്നു, അഥവാ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ. അതിൽ മദ്ഹബുകൾക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഷാഫിഈ മദ്ഹബിൽ ഷഹാദത്ത് ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴാണ് ഇത് ഉയർത്തേണ്ടത് എന്ന് കാണാം. അതുപോലെ മാലിക്കി മദ്ഹബിൽ വലത്തോട്ടേക്കും ഇടത്തോട്ടേക്കുമാണ് ചലിപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും കാണാം. അല്ലാഹു അലം. ഇമാം അൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ അതിനൊന്നും ഒരു അസ്ലും ഇല്ല, അടിസ്ഥാനവുമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചലിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ രൂപത്തിലാണ് എന്ന് ആധുനികരായ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ പല രൂപത്തിലാണ് ഇത് ചലിപ്പിക്കുക. ചില ആളുകൾ ഇങ്ങനെ ആരോട് ദേഷ്യം തീർക്കുന്നത് പോലെ ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ രൂപത്തിൽ വിരലുകൾ വെച്ചിട്ട് രണ്ട് വിരലുകൾ ചേർത്ത് പിടിക്കുക, ഇത് രണ്ടുകൊണ്ട് വളയം ആക്കി പിടിക്കുക, എന്നിട്ട് ദുആഇന്റെ സന്ദർഭത്തിൽ ഇതിങ്ങനെ ചലിപ്പിക്കുക. ഹദീസിൽ അങ്ങനെയാണുള്ളത്. അവിടുന്ന് വിരൽ ചൂണ്ടാറുണ്ടായിരുന്നു, അതിലേക്ക് നോക്കാറുണ്ടായിരുന്നു, പിന്നെ യുഹർരികുഹ അത് ചലിപ്പിക്കാറുണ്ടായിരുന്നു. അത് സുന്നത്തിൽപ്പെട്ടതാണ്. വിരൽ ചലിപ്പിക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരൊറ്റ ഹദീസ് മാത്രം, ഇമാം അൻ-നസായിയുടെ സുനനിൽ വന്ന ഒരു ഹദീസ് മാത്രമേ ഇങ്ങനെ ചലിപ്പിക്കാനുള്ളൂ. ബാക്കിയുള്ള ഹദീസുകളിലൊന്നും ചലിപ്പിച്ചു എന്നത് കാണാൻ സാധിക്കുകയില്ല. അവിടെ ശ്രദ്ധിക്കും, ബാക്കിയുള്ള ഹദീസുകളിലൊന്നും ചലിപ്പിച്ചു എന്ന് കാണാൻ സാധിക്കുകയില്ല. ഒരൊറ്റ ഹദീസ് മാത്രമേ ആ വിഷയത്തിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ചലിപ്പിക്കാം, അത് സുന്നത്തിൽപ്പെട്ടതാണ്. ഇനി ഒരാൾ ചലിപ്പിക്കുന്നില്ല, മിണ്ടാതെ വെക്കുകയാണ്, തർക്കിക്കേണ്ടതില്ല. ആ വിഷയത്തിൽ തർക്കിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വിശാലമായ വിഷയമാണ്. അതുപോലെ സഹോദരങ്ങളെ, അവസാനമായി നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ അവസാനത്തെ തശഹുദിൽ ധാരാളമായി പ്രാർത്ഥിക്കുക. അത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇതൊക്കെ നിസ്കാരത്തിലെ സുന്നത്തായ കാര്യങ്ങളാണ്. നിസ്കാരത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് സുന്നത്തായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതിലേക്ക് ഇനി നമുക്ക് കിടക്കാം. അദ്ദേഹം പറഞ്ഞു ഫൽ അർക്കാനു, പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൽ അർക്കാൻ നിസ്കാരത്തിന്റെ റുക്നുകൾ, മാ സഖത മിൻഹാ സഹ്വൻ ഔ അംദൻ ബതലത്തി സ്വലാത്തു ബിതർക്കിഹി. നിസ്കാരത്തിലെ റുക്നുകൾ എത്രയുണ്ട്? റുക്നുകൾ 14 റുക്നുകൾ. മാ സഖത മിൻഹാ അതിൽ നിന്ന് വല്ലതും ഒരാൾ വിട്ടുപോയി, സഹ്വൻ ഔ അംദൻ മറന്നുകൊണ്ട് അതല്ലെങ്കിൽ മനഃപൂർവ്വം, ബതലത്തി സ്വലാത്തു ബിതർക്കിഹി അയാളുടെ നിസ്കാരം അത് ഉപേക്ഷിക്കൽ കൊണ്ട് ബാത്തിലായി പോകും, നിസ്കാരം ബാത്തിലായി പോകും. പണ്ഡിതന്മാർ അതിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ ഒരാൾ റുക്ൻ ഒഴിവാക്കി സലാം വീട്ടി, നിസ്കാരത്തിൽ ഒരു റക്അത്തിൽ റുക്ൻ ഒഴിവാക്കിയിട്ടുണ്ട്, എന്നിട്ട് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. വളരെ അടുത്ത സമയത്ത് അയാൾക്ക് അത് ഓർമ്മ വന്നു. കുറേ സമയം കഴിഞ്ഞിട്ടല്ല, അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചു, അതല്ലെങ്കിൽ അയാൾക്ക് തന്നെ ഓർമ്മ വന്നു. വേഗം ആ റക്അത്ത് മടക്കി നിസ്കരിക്കുക. അപ്പോൾ ഒരു റക്അത്തിലാണ് റുക്ന് മറന്നതായി അയാൾക്ക് മനസ്സിലായത് എങ്കിൽ, ഒരു
സുജൂദ് വിട്ടുപോയി. 2 സുജൂദുണ്ട്, ഒന്ന് വിട്ടുപോയി. നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച് സലാം വിട്ടിയപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വരുന്നത്. എങ്കിൽ അയാൾ എന്ത് വേണം? വേഗം ഒരു റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് സഹുവിന്റെ സുജൂദ് നിർവഹിക്കുക. ഇനി കുറേ സമയം കഴിഞ്ഞു, പള്ളിയിൽ നിന്നൊക്കെ പുറത്തു വന്നു, കുറേ വർത്താനം പറഞ്ഞു, അല്ലെങ്കിൽ വീട്ടിലെത്തി, അപ്പോഴാണ് ഓർമ്മ വരുന്നത്, അല്ല ഒരു സുജൂദല്ലേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടതായി അയാൾക്ക് ഓർമ്മ വന്നു. നിസ്കാരം അയാൾ മടക്കണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ബത്വലത്തി സ്വലാത്തു ബിതർക്കിഹി, അയാളുടെ നിസ്കാരം മുഴുവനും എന്തായി? ബാത്തിലായി. വൽവാജിബാത്തു, നിർബന്ധ കാര്യങ്ങൾ മാ സഖത മിൻഹാ സഹ്വൻ, ഒരാൾ മറന്നുകൊണ്ട് വിട്ടുപോയി. വാജിബാത്തുകൾ എത്ര എണ്ണുണ്ട്? എത്ര എണ്ണാണ്? 8 വാജിബാത്തുകൾ. അതിൽ നിന്നൊരാൾ മറന്നുകൊണ്ട് വല്ലതും ഉപേക്ഷിച്ചു, എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുക? ജബറഹു സുജൂദു സഹു, സഹുവിന്റെ സുജൂദ് കൊണ്ടത് പരിഹരിക്കപ്പെടും. വഅംദൻ, ഇനി ഒരാൾ മനഃപൂർവ്വം വിട്ടു, കരുതി കൂട്ടിട്ട് വിട്ടു എന്ന് വിചാരിക്കാം, എന്ത് സംഭവിക്കും? ബതലത്തി സ്വലാത്തു ബിതർക്കിഹി, നിസ്കാരം അത് ഉപേക്ഷിക്കൽ കൊണ്ട് ബാത്തിലായി പോകും. ഇതാണ് സഹോദരങ്ങളെ ഷെയ്ഖ് റഹിമഹുല്ല ഈ കിതാബിൽ അവസാനമായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹു അഅലം, അല്ലാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. തമ്മത് ബിഹംദില്ലാ, കിതാബ് പൂർത്തീകരിച്ചു. അള്ളാഹുവിന് സർവസ്തുതിയും. അവിടെ നമ്മൾ സുജൂദിന്റെ കാര്യം പറഞ്ഞു. സഹുവിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ അത് വിശദമായി നമ്മൾ പഠിക്കേണ്ട മസ്അലയാണ്. ചുരുക്കി പറയാം, നിസ്കാരത്തിൽ വാജിബാത്തുകളിൽ വല്ല വീഴ്ചയും സംഭവിച്ചാൽ 2 സുജൂദുകളാണ് നിർവഹിക്കേണ്ടത്. പണ്ഡിതന്മാർ അത് സലാം വീട്ടുന്നതിന്റെ മുന്നേ വേണോ, സലാം വീട്ടി കഴിഞ്ഞിട്ട് വേണോ, ഇതിലൊക്കെ എന്തുണ്ട്? ചർച്ചകളുണ്ട്. 3 കാരണങ്ങൾ കൊണ്ടാണ് സഹുവിന്റെ സുജൂദ് ഉണ്ടാവുക. ഒന്നാമത്തേത് അസിയാദ, നിസ്കാരത്തിൽ വല്ലതും വർദ്ധിച്ചു പോവുക, നിസ്കാരത്തിൽ വല്ലതും വർദ്ധിക്കുക, അധികരിക്കുക, കൂടുതലായി ചെയ്തു പോവുക. രണ്ടാമത്തത് അന്നഖ്സ്, നേരെ ഓപ്പോസിറ്റ്, എന്താണ്? വല്ലതും കുറഞ്ഞുപോയി. മൂന്നാമത്തത് അശക്ക്, സംശയം. ഒരാൾ 2 റക്അത്തായി, 3 2 എന്നൊക്കെയുള്ള സംശയം, ഈ രൂപത്തിലുള്ള സംശയങ്ങൾ. ഇങ്ങനെ 3-4 അവസ്ഥകളാണ് സഹുവിന്റെ സുജൂദ് ഒരാൾക്ക് നിർബന്ധമായി തീരുക. അതിൽ കുറവ് സംഭവിച്ച അവസ്ഥയാണെങ്കിൽ സഹുവിന്റെ സുജൂദ് ചെയ്തതിന് ശേഷം സലാം വീട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല, കൂടിപ്പോയതാണെങ്കിലോ സലാം വീട്ടിയതിന് ശേഷം 2 സുജൂദ് നിർവഹിക്കുക, എന്നിട്ട് വീണ്ടും സലാം വീട്ടുക. സംശയത്തിന്റെ അവസ്ഥയും നേരത്തെ പറഞ്ഞതുപോലെ സലാം വീട്ടുന്നതിന്റെ മുന്നേ സഹുവിന്റെ സുജൂദ് നിർവഹിച്ചിട്ട് സലാം വീട്ടുക. സംശയം എന്ന് പറഞ്ഞാൽ സംശയമാണെന്ന് നമുക്ക് ഉറപ്പ് വേണം, വസ്വാസ് ആവരുത്. ചില ആളുകൾക്ക് എത്ര ചെയ്താലും പിന്നെ ഒരു സംശയം ഉണ്ടാവും. അതല്ല, ഈ വിഷയം പ്രത്യേകം പഠിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അവസരം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പഠിക്കാം. ഇതാണ് സഹുവിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ. സാന്ദർഭികമായി വാജിബാത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ ആദ്യം പറഞ്ഞ ഷർത്തുകൾ, എത്ര ഷർത്തുകൾ ഉണ്ടായിരുന്നു? 9 ഷർത്തുകൾ. ആ 9 ഷർത്തുകളും 14 റുക്നുകളും അല്ലാത്തത് ഒക്കെ എന്താണ്? നിസ്കാരത്തിൽ നിർബന്ധ കാര്യങ്ങളാണ്. നിസ്കാരത്തിലെ 9 ഷർത്തുകൾ ഏതൊക്കെയാണ്? അൽ ഇസ്ലാം വൽ അഖ്ലു വത്തമീസു, മുസ്ലിം ആയിരിക്കണം, ബുദ്ധി ഉണ്ടായിരിക്കണം, പിന്നെ വകതിരിവ് ഉണ്ടായിരിക്കണം. 4-മത്തേത് റഫ്ഉൽ ഹദസ്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം, അഥവാ അൽ വുദു. 5-മത്തേത് ഇസാലത്തുൻ നജാസ, നജസ്
നീക്കം ചെയ്യുക. ആറാമത്തത് സത്രുൽ ഔറ, ഔറത്ത് മറക്കൽ. ഏഴാമത്തത് ദുഖൂലുൽ വഖ്ത്, സമയമാവണം. എട്ടാമത്തത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടൽ. ഒൻപതാമത്തത് അന്നിയത്ത്. 14 റുക്നുകൾ പറഞ്ഞാലോ? അൽ ഖിയാമു മഅൽ ഖുദ്റ, കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കൽ. രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം. മൂന്നാമത്തത് സൂറത്തുൽ ഫാത്തിഹ. 4 റുക്കൂ. 5 വർറഫഉ മിൻഹു അഥവാ ഇഅ്തിദാൽ. 6 അസ്സുജൂദ് അലൽ അഅ്ളാഇ സബ്അ, 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് നിർവഹിക്കുക. 7 അൽ ഇഅ്തിദാലു മിൻ അഥവാ സുജൂദിൽ നിന്ന് ഉയർന്ന് നേരെയാവൽ. എട്ടാമത്തത് അൽ ജൽസത്തു ബൈന സജ്ദത്തൈൻ, 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. ഒൻപതാമത്തത് അത്തുമഇനീനത്തു ഫി ജമീഇൽ അർക്കാൻ, എല്ലാ റുക്നുകളിലും തുമഇനീനത്ത് പാലിക്കുക, അടക്കം പാലിക്കുക. 10ാമത്തത് അത്തർതീബു ബൈനൽ അർക്കാൻ, അത്തുമഇനീനത്തു ഫി ജമീഇൽ അഫ്ആൽ, എല്ലാ പ്രവൃത്തിയിലും തുമഇനീനത്ത് ഉണ്ടാവുക. 10ാമത്തത് അത്തർതീബു ബൈനൽ അർക്കാൻ, റുക്നുകൾക്കിടയിൽ തർത്തീബ് ഉണ്ടാവും, വഴിക്ക് വഴിയായി ചെയ്യുക. 11ാമത്തത് അത്തശഹുദുൽ അഖീർ. 12ാമത്തത് വൽ ജുലൂസു ലഹു, അതിനുവേണ്ടി ഇരിക്കൽ. 13ാമത്തത് അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 14ാമത്തത് വത്തസ്ലീമത്താൻ, 2 സലാം. 14 റുക്നുകൾ. ഇതല്ലാത്ത നമ്മൾ അവസാനം പറഞ്ഞ 8 കാര്യങ്ങൾ നിസ്കാരത്തിലെ വാജിബാത്തുകളാണ്. സമയത്രയും 5:05. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില മസ്അലകൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. ഞാനാണ് സമയം ചോദിച്ചത്. കിതാബ് അൽഹംദുലില്ലാ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം അവസാനം റുക്നുകളും വാജിബാത്തുകളും തമ്മിലുള്ള വ്യത്യാസം അഥവാ അതിൽ നിന്ന് വിട്ടുപോയാൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിച്ചു. ഒരാൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിനിടയിൽ വരുന്ന ചില കാര്യങ്ങൾ, ചില മസ്അലകൾ നമ്മൾ മുന്നേ പറയാൻ വിട്ടുപോയതും അതല്ലെങ്കിൽ വിഷയത്തിൽ വരാത്തതുമായ ചില കാര്യങ്ങളാണ്. ഇപ്പൊ നിസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം തക്ബീർ മുതൽ തസ്ലീം വരെ നമ്മൾ ഈ കേട്ടതോ പറഞ്ഞതോ മാത്രമല്ല, ഇതിൽ ഓരോന്നിലും തന്നെ ഇനി ഒരുപാട് മസായിലുകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, മദ്ഹബിലുള്ള സംസാരങ്ങളുണ്ട്, ചർച്ചകളുണ്ട്. അതൊന്നും കൂടുതലായി നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് ഷെയ്ഖ് റഹിമഹുല്ലാ ഇത് ചുരുക്കി പറഞ്ഞ ഒരു കിതാബാണ്. അതിനനുസരിച്ച് നമ്മുടെ ആവശ്യാനുസരണം ചില വിശദീകരണങ്ങൾ പറഞ്ഞു എന്നത് മാത്രം. ഇപ്പോൾ ഒരാൾ നിസ്കരിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നതിനിടയിൽ ഏതാണ്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വിട്ടുപോയ ഒരു കാര്യമാണ് ജൽസത്തുൽ ഇസ്തിറാഹ. 2 സുജൂദുകൾക്ക് ശേഷം അടുത്ത റക്അത്തിലേക്ക് ഉയരുമ്പോൾ ഒരു ചെറിയ ഇരുത്തുണ്ട്. ഇരിക്കലുണ്ടോ? ഇരിക്കലുണ്ടോ? അല്ല, സുജൂദിന്ന് ഒരൊറ്റ പൊന്തല ആണോ? സുജൂദിന്ന് ഒരൊറ്റ പൊടുത്ത മേലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം വിശദീകരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാം, 2 സുജൂദുകൾ നിർവഹിച്ചതിന് ശേഷം ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം അഥവാ ഉയരുന്നതിന് മുന്നേ ഒരു ഇരുത്തിരിക്കും. അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആളുകൾ നേരെ അങ്ങനെ തന്നെ ഉയരാറുണ്ട്, സുജൂദിൽ നിന്ന് അങ്ങനെ തന്നെ മേലേക്ക് ഉയരും. ഈ രൂപത്തിൽ ഉയർന്നാൽ അതാണ് അതിൻ്റെ ഒരു പരിപൂർണത. അതിന് ജിൽസത്തുൽ ഇസ്തിറാഹ എന്നാണ് പറയുക. അതുപോലെ തന്നെ സുജൂദിൽ നിന്ന് അടുത്ത റക്അത്തിലേക്ക് ഉയരുമ്പോൾ ഈ പറഞ്ഞ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം കഴിഞ്ഞിട്ട് പിന്നീട് ഉയരുമ്പോൾ
എങ്ങനെ ഉയരണം എന്ന വിഷയത്തിൽ ചർച്ചകളുണ്ട്. നമ്മൾ മുന്നേ സുജൂദിലേക്ക് പോകുമ്പോൾ കൈപ്പത്തിയാണോ അതല്ല കാൽമുട്ടാണോ ആദ്യം വെക്കേണ്ടത് എന്ന ചർച്ച പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ തന്നെ സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ കൈപ്പത്തി ഇങ്ങനെ നേരെ വെക്കണോ അതല്ല ചില സന്ദർഭത്തിൽ ചില ആളുകൾ ഇങ്ങനെ മടക്കിയിട്ട് എഴുന്നേൽക്കുന്നത് കാണാറില്ലേ? പിന്നെ ഏതാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്? കൈ പരത്തിയിട്ട് വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അവിടുന്ന് ഉയർന്നതായി കണ്ട സഹാബികൾ പറഞ്ഞിരിക്കുന്നു, വഇദാ റഫഅ റഅസഹു അനി സജ്ദതി സാനിയ, രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ അവിടുന്ന് തല ഉയർത്തുമ്പോൾ ജലസ, ഒരു ഇരുത്തിരിക്കും, അതാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം നമ്മൾ പറഞ്ഞു. വഅതമദ അലൽ അർദ്, ഭൂമിയിൽ ഊന്നിക്കൊണ്ട് സുമ്മ ഖാമ, എന്നിട്ട് അവിടുന്ന് എഴുന്നേൽക്കും എന്നാണ്. അതാണ് അതിന്റെ പരിപൂർണത. സുജൂദ് നേരെ ഒരൊറ്റ പൊന്തലല്ല, പിന്നെയോ അവിടുന്ന് ഒന്ന് ഇരിക്കും, എന്നിട്ട് ഭൂമിയിൽ അവലംബം അർപ്പിച്ചുകൊണ്ട്, അഥവാ ഭൂമി നിലത്തൊന്ന് കുത്തിയിട്ട് ഊന്നിയിട്ട് പിന്നെ എഴുന്നേൽക്കും എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് അബ്ദുല്ലാഹിബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ചെയ്യുന്നതായി താബിഈങ്ങളിൽപ്പെട്ട ചിലർ കണ്ടു. റഅയ്തു അബ്ദുല്ലാഹിബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് വഹുവ യുഅ്ജിലു ഫി സ്വലാത്തി യഅ്തമിദു അലാ യദൈഹി ഇദാ ഖാമ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നിസ്കാരത്തിൽ യുഅ്ജിനു എന്ന് പറഞ്ഞാൽ ഈ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ മാവ് കുഴക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ കൈ എന്നാണ്. അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും മാവ് കുഴക്കുന്നത് പോലെ. യുഅ്ജിനു എന്ന് പറഞ്ഞാൽ മാവ് കുഴക്കുക എന്നാണ് അറബിയിൽ അർത്ഥം. യഅ്തമിദു അലാ യദൈഹി ഇദാ ഖാമ, അങ്ങനെ ആ അവസ്ഥയിൽ രണ്ട് കൈകളും നിലത്ത് കുത്തിക്കൊണ്ട് ഊന്നിക്കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹാദാ യാ അബാ അബ്ദുറഹ്മാൻ, എന്താണിത്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിനു ഫി സ്വലാത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടത് നിസ്കാരത്തിൽ അവിടുന്ന് ഇങ്ങനെ ചെയ്യുന്നതായിട്ടായിരുന്നു. ഈ വാക്കിൽ ചർച്ചകൾ വന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, മാവ് കുഴക്കുക എന്നത് പൊതുവെ രണ്ട് രൂപത്തിൽ നാട്ടിൽ മാവ് കുഴക്കും. എങ്ങനെയൊക്കെ കുഴക്കും? സാധാരണ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മാവ് കുഴക്കും, ഇങ്ങനെ ഇടിച്ചിട്ടും മാവ് കുഴക്കും, അല്ലേ? കേട്ടിട്ടില്ലേ? ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ. ഈ രണ്ടാലൊരു രൂപം സ്വീകരിച്ചാലും കുഴപ്പമില്ല. ഒരാൾ ഇങ്ങനെ നിലത്ത് ഊന്നിയിട്ട് എഴുന്നേൽക്കുന്നത് കണ്ടാൽ അതിനെന്താക്കേണ്ടതില്ല, വിമർശിക്കേണ്ടതില്ല. ഇനി ഒരാൾ ഇതാണ് ഇങ്ങനെയാണ് എന്നത് മനസ്സിലാക്കി അങ്ങനെ ചെയ്ത് ഊന്നി എഴുന്നേൽക്കുന്നത് കണ്ടാൽ അതിനെയും വിമർശിക്കേണ്ടതില്ല. ആ ഒരു വാക്കിലാണ് ചർച്ച വന്നിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന് ഇരുന്ന് എന്നിട്ട് നിലത്ത് ഊന്നിക്കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ അത് നിസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട മസ്അലയിൽ പെട്ടതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞു വിരൽ അനക്കുക എന്നുള്ളത്, നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിരൽ അനക്കിയതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഹദീസുകളിലൊന്നും അവിടുന്ന് വിരൽ ചലിപ്പിച്ചു എന്നില്ല, മറിച്ച് അവിടുന്ന് ചൂണ്ടുവിരൽ ചൂണ്ടുകയും അതിലേക്ക് നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് കാണാം. ഇതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ദുആഇന്റെ സന്ദർഭത്തിൽ ചലിപ്പിക്കുക. ഉദാഹരണത്തിന് അല്ലാഹുമ്മ എന്ന് പറയുന്ന സന്ദർഭത്തിൽ, അത് അങ്ങനെയുള്ള ദുആഇന്റെ സന്ദർഭത്തിൽ ചലിപ്പിക്കുക എന്നുള്ളതാണ്. ആ ചലിപ്പിക്കലിന്റെ രൂപം നമ്മൾ പറഞ്ഞു, ഒരു സാധാരണ രൂപത്തിൽ. അതേപോലെ തന്നെ മറ്റൊരു മസ്അല, രണ്ട് ഇരുത്തം നമ്മൾ പറഞ്ഞിരുന്നു. ഇഫ്തിറാഷിന്റെ ഇരുത്തവും തവർറുക്കിന്റെ ഇരുത്തവും. ഇഫ്തിറാഷിന്റെ ഇരുത്തം എങ്ങനെയാണ്? വലത് കാൽ നാട്ടിവെച്ച് ഇടത് കാലിൽ മേൽ ഇരുത്തം ഉറപ്പിക്കുന്നതിനാണ് എന്ത് പറയാ? ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയാം. തവർറുക്കിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാലോ, വലതുകാൽ നാട്ടിവെച്ച് ഇടത്തേക്കാൽ അതിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കൊണ്ടുപോയി ഇരുത്തം നിലത്തുറപ്പിക്കുക. ഈ രണ്ട് ഇരുത്തവും രണ്ട് സന്ദർഭങ്ങളിലായിട്ടാണ്. ആദ്യത്തെ തശഹുദിൽ അല്ലെങ്കിൽ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്ന ആ സന്ദർഭത്തിൽ
ഇഫ്തിറാഷിന്റെ ഇരുത്തമായിരുന്നു ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇരുന്നിരുന്നത്. എന്നാൽ അവസാനത്തെ 4-ാമത്തെ റക്അത്ത് അല്ലെങ്കിൽ 3-ാമത്തെ റക്അത്ത് സലാം വീട്ടുന്ന ആ ഒരു തശഹുദിന് ഇരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി തവറുക്കിന്റെ ഇരുത്തമായിരുന്നു. ഒരാൾ ഈ ഇരുത്തം ഒഴിവാക്കി എന്ന് വിചാരിക്കാം, അയാളുടെ നിസ്കാരം ബാത്തിലാവോ? നിസ്കാരത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവോ? ഇല്ല. ചില ആളുകൾ അത് ചോദിക്കാറുണ്ട്, അങ്ങനെ ഇരുത്തം ഒഴിവാക്കിയാൽ പ്രശ്നമുണ്ടോ? പ്രത്യേകിച്ച് ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ള ആളുകൾ ഉണ്ടാവും, ഇതേപോലെ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ, കുഴപ്പമില്ല. അതേപോലെ തന്നെയാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാവുമെങ്കിൽ ചിലപ്പോ സുന്നത്ത് നടപ്പിലാക്കും, പക്ഷേ മറ്റാളുടെ കാലിന്റെ മുകളിലായിരിക്കും പോയി ഇരുന്നിട്ടുണ്ടാവുക. അങ്ങനെ ഇരിക്കേണ്ടതില്ല. ഒരു മുസ്ലിമിന്, ഒരു സഹോദരന് ഉപദ്രവം ഉണ്ടാക്കുക എന്നത് പാടില്ലാത്തതാണ്. അത്തരം സന്ദർഭത്തിലാണെങ്കിൽ എന്ത് വേണം? തീരെ സ്ഥലമില്ല, ഇടുങ്ങിയിട്ടാണ് എങ്കിൽ എന്ത് വേണം? ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്നാൽ മതി. ആ സന്ദർഭത്തിൽ ഇത് ഒരാൾ ഉപേക്ഷിച്ചത് കൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ ഏതാനും ഓർമ്മ വന്ന ചില മസ്അലകൾ മാത്രമാണ്. ഇതല്ലാത്ത 2 റക്അത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ, സുന്നത്ത് നിസ്കാരത്തിൽ, ഇതിലൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ ഇടയിലുള്ള ഇരുത്തം, ഇതിലൊക്കെ ആ ഇരുത്തമാണ്. 3-ലും 4-ലും 3 റക്അത്തുള്ള മഗ്രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, ദുഹർ, അസ്ർ പോലെയുള്ള അങ്ങനെയുള്ള സൗകര്യമുണ്ടെങ്കിൽ, ഇരിക്കാൻ പ്രയാസമില്ല, ശാരീരികമായി പ്രയാസമില്ല, സൗകര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരിക്കുക. സൊഫ് നിൽക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു സ്ഥലം പരിമിതപ്പെടുത്തി നിൽക്കാൻ ശ്രദ്ധിക്കുക. വല്ലാതെ ഇടുക്കാതെ, വല്ലാതെ അകറ്റാതെ. നിസ്കരിക്കുമ്പോൾ അത് വേറെ മസ്അലയാണ്. സൊഫുകൾ അടുപ്പിച്ചു വെക്കാനും, തോളോട് തോള് ചേർന്ന് നിൽക്കാനും, കാലുകൾ അടുപ്പിച്ചു വെക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിഞ്ഞു നിന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ സഹാബത്ത് പാശ പറ്റിച്ചതുപോലെയായിരുന്നു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഒട്ടി നിൽക്കുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പ്രത്യേകം ഓർമ്മിക്കുക. ഇതാണ് സഹോദരങ്ങളെ ഏതാനും ഓർമ്മ വന്ന ചില മസ്അലകൾ. അതേപോലെ കഴിഞ്ഞ ദർസിൽ ചോദിച്ച, അല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ ദർസിൽ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരാൾ ഇമാമ് റുക്കൂഇൽ ആവുമ്പോൾ വന്നാൽ ഇമാമിന്റെ കൂടെ റുക്കൂഅ് കിട്ടിയാൽ അയാൾക്ക് റക്അത്ത് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അയാൾക്ക് ആ റക്അത്ത് കിട്ടണമെങ്കിൽ അയാൾ ഒരു തസ്ബീഹെങ്കിലും ചൊല്ലണ്ടേ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരാൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഇമാമു റുക്കൂഇലാണ്. ഇയാൾ എന്ത് വേണം? തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തുകൊണ്ട് വേഗത്തിൽ റുക്കൂഇലേക്ക് പോകണം. ഇമാമു ഉയരുന്നതിന് മുന്നേ റുക്കൂഇലെത്തി, പക്ഷെ തസ്ബീഹ് ചൊല്ലാൻ സമയം കിട്ടിയിട്ടില്ല, കുഴപ്പമില്ല. അയാൾക്ക് റുക്കൂഅ് കിട്ടി, ആ റക്അത്ത് കിട്ടി. ഇമാമ് ഉയരുമ്പോഴാണ് ഇയാള് തസ്ബീഹ് ചൊല്ലുന്നത് എങ്കിലും കുഴപ്പമില്ല. ഇമാമ് ഉയരാണ്, അപ്പോഴാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ഒരിക്കൽ പറയുന്നത്, കുഴപ്പമില്ല. അത് ചൊല്ലിയാൽ മാത്രമേ റുക്കൂഅ് കിട്ടൂ എന്നില്ല. ആ റുക്കൂഇന്റെ ഹാലിൽ, ആ അവസ്ഥയിൽ ഒരാൾ എത്തണം. അത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം മറന്നുകൊണ്ട് നേരെ റുക്കൂഇലേക്ക് പോകരുത്. അതേപോലെ അദ്ദേഹം പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, റുക്കൂഅ് മിസ്സായി പോവോ, വിട്ടുപോവോ എന്ന് വിചാരിച്ച് ചില ആള് പകുതി കുനിഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടും. അത് പാടില്ല. എന്നാ വേറെ റുക്കൂഅ് പോലോ ഒറ്റടിക്ക്, അങ്ങനെയില്ല. നേരെ നിന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടണം. എന്നിട്ട് എന്ത് വേണം? റുക്കൂഇലേക്ക് പോകണം. അദ്ദേഹം അവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ആ സന്ദർഭത്തിൽ എന്ത് വേണ്ടതില്ല? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഇളക്കുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല. കൈ നേരെ ഇളക്കിയിട്ട് റുക്കൂഇലേക്ക് പോയാൽ മതി. ആ ഒരു സെക്കൻഡ് അവിടെ ലാഭിക്കാം, കുഴപ്പമില്ല. പറഞ്ഞ മനസ്സിലായോ? ഇതൊക്കെ മസ്അലകളാണ്. ഇത്തരം വിഷയങ്ങൾ ഒരുപാട് നമ്മുടെ നിസ്കാരത്തിനിടയിലും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ കടന്നു വരാറുണ്ട്. ഏതാനും ഓർമ്മ വന്ന ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം. സഹോദരങ്ങളെ, സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക.
സഹോദരിമാർ അവരുമായി ബന്ധപ്പെട്ട മസായിലുകൾ പ്രത്യേകം ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞതൊക്കെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഈ പറഞ്ഞതൊക്കെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. എല്ലാവരും ആ രൂപത്തിൽ കൃത്യമായി റുക്നുകളും വാജിബാത്തുകളും സുന്നത്തായ കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മുടെ നിസ്കാരം ഏറ്റവും പരിപൂർണമാക്കാനും ഭംഗിയാക്കാനും നല്ലതാക്കാനും ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായി ഇത്രയും വിശദീകരിച്ച എന്നോടും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പണ്ഡിതന്മാർ പറഞ്ഞ വസിയത്താണ് പറയാനുള്ളത്. നമ്മുടെ നിസ്കാരം എന്നത് ഒരു മുസ്ലിമിനും കാഫിറിനും ഇടയിലുള്ള വ്യത്യാസമാണ് നിസ്കാരം. ഒരു മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിക്കുന്നതാണ് നിസ്കാരം. നിസ്കാരമില്ലാത്തവന് ദീനിൽ യാതൊരു ഓഹരിയുമില്ല. നിസ്കാരം എന്നത് ഒരാളുടെ ദീൻ അളക്കാനുള്ള അളവുകോലാണ്. ഒരാൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ എത്ര കണ്ട് ശ്രദ്ധിക്കുന്നുവോ അത്ര കണ്ട് അയാൾ ദീനിലെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. ഒരാൾ എത്ര കണ്ട് നിസ്കാരത്തിൽ അലസതയുള്ളവനാണോ അയാൾ ദീനിലെ മറ്റു കാര്യങ്ങളിൽ അലസനായിരിക്കും. ഇതെന്റെ വാക്കല്ല, സഹാബത്തിൽ ചിലർ പറഞ്ഞതാണ്. മഹാന്മാരായ സഹാബികൾ പറഞ്ഞു വച്ചതാണ്. സഹാബികളിൽ നിസ്കാരം ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ വലിയ ഗുരുതരമായ തിന്മ, അമലുകളിൽ സംഭവിക്കുന്ന തിന്മ വേറെ ഇല്ല എന്നായിരുന്നു. എത്രത്തോളം കുഫ്റാണ് എന്ന് സഹാബത്ത് പറഞ്ഞിരുന്നു. നിസ്കാരം ഉപേക്ഷിക്കൽ അവർ കുഫ്റായി കണ്ടിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ നിസ്കാരം മരണം വരെ നമുക്ക് ഒരവസരത്തിലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ നിസ്കാരം. കൃത്യമായിട്ട് സമയത്ത് 5:50 5 കൂടി പോലെ പറഞ്ഞു വന്നത്, നിസ്കാരം ജീവിതത്തിൽ ഒരിക്കലും പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരിമാർ, കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ പ്രായമായാലും ചെറുപ്പക്കാരായാലും ചെറിയ മക്കളായാലും ശ്രദ്ധിക്കുക. ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹം തന്റെ മകനോട് ഒരുപാട് വസിയത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതായി കാണാം, യാ ബുനയ്യ അഖിമിസ് സ്വലാ, മോനെ നീ നിസ്കാരം നിലനിർത്തുക. നിസ്കാരം നിലനിർത്തുക എന്നത് വലിയ കാര്യമാണ്. നമുക്കൊരിക്കലും ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും ഒഴിവാക്കാനുള്ള അവസരമില്ല. ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ എത്ര നിസ്കരിച്ചാലും ആ ഒഴിവാക്കിയതിന്റെ കാര്യം എന്താണ് എന്ന കാര്യത്തിൽ നമുക്ക് ബേജാറുണ്ടാവണം. ആ ഒഴിവാക്കിയ നിസ്കാരത്തിന് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ എന്ത് മറുപടി പറയും എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എത്ര ഖളാ വീട്ടിയാലും ആ സമയം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. പലതിന്റെ പേരിലും പലതും പറഞ്ഞുകൊണ്ട്, പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ആളുകൾ നിസ്കാരം ഉപേക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ സമയം തെറ്റിക്കാറുണ്ട്. പാടില്ലാത്തതാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അള്ളാഹു പറഞ്ഞില്ലേ, നിസ്കാരക്കാർക്ക് നാശം. ഏത് നിസ്കാരക്കാർക്ക്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധയിലായ ആളുകൾ. തഫ്സീറുകളിൽ കാണാം, സമയം അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. സമയം തെറ്റിക്കലാണ് ഏറ്റവും ഗുരുതരമായ തെറ്റ്. അതേപോലെ തന്നെ നിസ്കാരത്തിന് നമ്മൾ ഈ പഠിച്ച റുക്നുകളും വാജിബാത്തുകളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ ഒരാൾ നിസ്കരിക്കുക എന്നുള്ളത് ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും ശ്രദ്ധിക്കുക. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഈമാൻ കിട്ടിയതിന് ശേഷം പിന്നീട് നമ്മുടെ കർമ്മങ്ങളിൽ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിസ്കാരമാണ്. അതുകൊണ്ട് അത് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഇഖ്ലാസോടുകൂടി നിർവഹിക്കണം. ഭയഭക്തി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിർവഹിക്കണം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കണം. എങ്ങനെയാണ് അവിടുന്ന് പഠിപ്പിച്ച അങ്ങനെ നിസ്കരിക്കണം. നമ്മൾ പണ്ടേ ഇങ്ങനെയാണ്, ഒരിക്കലും മാറൂല എന്നല്ല. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് മാറ്റം വരണം. മുന്നേ നമ്മൾ മനസ്സിലാക്കിയതും പഠിച്ചതും അതിന് വിരുദ്ധമായിട്ട് ഹദീത്ത് വന്നാൽ അത് സ്വീകരിക്കുക, അതിലേക്ക് മടങ്ങുക. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കാണിച്ചു തന്ന മര്യാദ. ഒരുപാട് വിശദീകരിച്ചാൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അതിനെല്ലാം നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫാ നൽകുമാറാവട്ടെ. ആശ്വാസവും തുറവിയും സമാധാനവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. എല്ലാവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖിനാൽ ചുരുങ്ങിയ രൂപത്തിലാണെങ്കിലും ഈ ഒരു കിതാബ് നമ്മൾ പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സാലിഹാത്ത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ പ്രാവർത്തികമാക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. ആവർത്തിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.